10-16 ലക്ഷത്തിന് മുകളിൽ ടെറൈനുള്ള ഒരു മേഖലയാണ് ഈ ഇറാൻ എന്ന് പറയുന്നത്. അവിടേക്ക് സൈന്യത്തെ ഗ്രൗണ്ടിൽ മൂവ് ചെയ്യിച്ച് അവിടെ വിജയം നേടിയെടുക്കുക എന്നൊക്കെ പറയുന്നത് ഒരുപക്ഷെ അത് നമ്മൾ ഇറാഖിലും അതുപോലെ തന്നെ അഫ്ഗാനിസ്ഥാനിലും വിയറ്റ്നാമിലും ഒക്കെ അമേരിക്ക അവിടെ എത്രത്തോളം വിജയം കൈവരിച്ചു, എങ്ങനെയായിരുന്നു അവരുടെ അവസ്ഥ എന്നുള്ളത് കൂടി പരിഗണിച്ചിട്ട് വേണം ഒരു പക്ഷേ. അത് മാത്രമല്ല അവരെ കഴിഞ്ഞും ശക്തരായിട്ടുള്ളൊരു ആർമിയും കൂടിയാണ് ഇറാന്റെ ആർമി എന്നുള്ളത്. അപ്പോൾ ഒരുപക്ഷെ ഈ ബെഞ്ചമിൻ നെതന്യാഹു പറയുന്ന പോലെ സ്ട്രാറ്റജി എന്ന് പറയുന്നത് ഇപ്പോൾ അവർ ആക്രമിച്ചുകൊണ്ടിരിക്കുന്നത് മിലിറ്ററി ആക്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഏകദേശം 1100ഓളം ആക്രമണങ്ങൾ നടത്തിയെന്ന് പറയുന്നു. അപ്പോൾ മിലിറ്ററി കേന്ദ്രങ്ങൾ മൊത്തം ആക്രമിച്ചില്ലാതാക്കുക, ന്യൂക്ലിയർ കേന്ദ്രങ്ങൾ ആക്രമിച്ചില്ലാതാക്കുക, സെൻട്രിഫ്യൂജസ് ഉണ്ടാക്കുന്ന ആ സെൻട്രിഫ്യൂജസുകൾ അങ്ങനെയുള്ള പ്രൊഡക്ഷൻ മേഖലകൾ മൊത്തം ഇല്ലാതാക്കുക. അതിൻ്റെ കൂടെ തന്നെ പിന്നെ എക്കോണമിയെ തകർക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ എനിക്ക് വൺ ഓഫ് ദ ലാർജസ്റ്റ് ഓയിൽ പ്രൊഡ്യൂസേഴ്സ് ആണ് ഈ ഇറാൻ എന്ന് പറയുന്നത് ഈ മേഖലയിലെ. അപ്പോൾ ആ ഓയിൽ പ്രൊഡക്ഷന്റെ കപ്പാസിറ്റിയെ കൂടി ഇല്ലാതാക്കുക എന്നുള്ളൊരു ലക്ഷ്യം കൂടിയുണ്ട്. അങ്ങനെ ഇറാന്റെ എക്കോണമിയെ ക്രിപ്പിൾ ചെയ്യിക്കുന്നു, അത് തകർത്ത് കളയുന്നു. അതുപോലെ തന്നെ പ്രൊഡക്ഷൻ മേഖലകളെ ഏതെങ്കിലും തരത്തിൽ എക്കണോമിക്കലായിട്ട് ഉയർന്നു വരാനുള്ള ആ സാഹചര്യങ്ങളെ ഇല്ലാതാക്കുന്നു. അതുപോലെ തന്നെ മിലിറ്ററി പരമായിട്ട് എന്തൊക്കെ കേന്ദ്രങ്ങളാണോ ഉള്ളത് പ്രൊഡക്ഷൻ അത് ഇല്ലാതാക്കുന്നു. അതുപോലെ തന്നെ ന്യൂക്ലിയർ ഫെസിലിറ്റി ഇല്ലാതാക്കുന്നു. ഇത്രയും കാര്യങ്ങളാണ് നിലവിൽ ഇസ്രായേൽ പ്ലാൻ ചെയ്തതായിട്ട് പുറത്തു വരുന്നത്. അപ്പോൾ അത് എയർ സ്ട്രൈക്ക് കൊണ്ട് അത് ഇല്ലാതാക്കാൻ കഴിയുമോ എന്നുള്ളതാണ് ഇസ്രായേൽ ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്.